ഇരിക്കാൻ പറ്റില്ല. ടോയ്ലറ്റ് പോയാൽ പോലും അവിടെയും മ്യൂസിക്കാണ്. ചില ഹോട്ടലുകളൊക്കെ ടോയ്ലറ്റ് പോയാൽ പോലും ചെറിയ മ്യൂസിക്കുകളാണ്. എവിടെ മനുഷ്യന് സ്വസ്ഥത? ഒറ്റ സ്വസ്ഥതയുടെ തീരമുണ്ട്, അത് വിശുദ്ധ ഖുർആനാണ്. കാടും മേടും കയറി കാട്ടിൽ വസിക്കാൻ നമുക്ക് വയ്യ. ജനങ്ങളുടെ ഇടയിൽ കൊണ്ടും കൊടുത്തും ജീവിക്കണം. ജനങ്ങളുടെ ഇടയിൽ കൊണ്ടും കൊടുത്തും ജീവിക്കണം. അത് നമുക്ക് വേണ്ടത്. അതായിരിക്കണം നമ്മുടെ കേരളത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും മനുഷ്യ സമൂഹത്തിന് വിളിച്ചേക്കണം. നമ്മുടെ ജില്ലാ സമ്മേളനം, ജനുവരി 5 വരുന്ന ജില്ലാ സമ്മേളനം, അതോടൊപ്പം ഈ നവംബർ 15 നടക്കുന്ന മണ്ണാർക്കാട് വെച്ച് നടക്കുന്ന ഐസക്, നാളെ തൃശ്ശൂർ വെച്ച് നടക്കുന്ന ഐസക്, ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു മീറ്റിംഗ് കൂടുക. ഇന്ന് ഉറങ്ങരുത്, മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയും എല്ലാവരും ആ വീട്ടിൽ ഇന്ന് പറഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 5 ചർച്ചകൾ നിങ്ങൾ നടത്തുക. ഒന്ന് മക്കളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ച. 2 മക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രായത്തിൽ എത്തുന്നവരെ ഉപയോഗിക്കില്ല എന്നുള്ള കരാർ. 3 ചാനൽ കട്ട് ചെയ്യാനുള്ള കരാർ. ഇത്രയും ചർച്ച നടത്താൻ ബാപ്പാന്റെ അകത്ത് ചിലപ്പോൾ മോൻ കട്ട് ചെയ്യും. മുജാഹിദ് മോന് ചിലപ്പോ ഇപ്പൊ കഴിഞ്ഞ കുറച്ചു മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചെന്നോട് പറയാണ്, ഉസ്താദെ ഞാൻ വലിയ സങ്കടത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് മോനെ? ഒന്നുമില്ല, ഞാൻ ഈയിടെ കാലത്ത് നിങ്ങളെ പ്രോഫ്കോണിലൊക്കെ പ്രസംഗം കേട്ട് ചാനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ 70 വയസ്സുള്ള എൻ്റെ അമ്മ പറയണത് ഈ ചാനൽ കട്ട് ചെയ്ത എൻ്റെ കഴുത്ത് കട്ട് ചെയ്യുന്നതാണ്. 70 വയസ്സായി തള്ള കബറിലേക്ക് ഇങ്ങനെ വിളിക്കാൻ കാത്ത് കെങ്ങ് പോരും. അപ്പോഴും തള്ള പറയണ് 3 വട്ടം എൻ്റെ അമ്മാനോട് ഞാനിതിൽ വാശി പിടിച്ച് അവസാനം എൻ്റെ അമ്മ പറഞ്ഞ് ഈ ഇറങ്ങിപ്പോയിക്കോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു വാടക വീട്ടിലാണ് എൻ്റെ ഭാര്യയായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുനാമി ഉണ്ടായി കഴിഞ്ഞ 2004. അപ്പൊ കോഴിക്കോട് മുഗദാറില് ആ ഭാഗത്തൊക്കെ കലക്ടർ പറഞ്ഞു 2 കിലോമീറ്റർ ദൂരത്തേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറിക്കൊള്ളണം. അപ്പൊ ഒരു തള്ളണ്ട് ടി.വി തലയിൽ വെച്ച് ഇങ്ങനെ പോണ്. ഒരു സുനാമി നടക്കുന്ന ദിവസം ഒരു മുസ്ലിം തള്ള. ഇന്നലെ തള്ള കുറെ ദൂരെ പോയിട്ട് പിറകോട്ട് നോക്കി മോളോട്, മോളെ റിമോട്ട് എടുത്തിട്ടില്ലട്ടോ. എങ്ങനെ സുനാമി ഇല്ലാണ്ടൊക്കെ ഈ ജാതി ചെലുത്താനല്ലേ ജീവിക്കണം മണ്ണില്? അരിയും ചാക്കും കട്ടിലും ഇതൊന്നല്ലേ എടുക്കണേ, ടി.വി തലയിൽ വെച്ച് എങ്ങനെ പോകാൻ. ഇപ്പൊ ഈയിടെ കുറച്ചു മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ കോഴിക്കോട് കടപ്പുറത്ത് കടല വിറ്റെടുക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അപ്പൊ അത് മാധ്യമം ഔട്ട് ചെയ്ത വാർത്ത. അപ്പോ അവിടെ ചെന്നുവൻ, എൻ്റെ ഒരു സുഹൃത്താണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ 2-3 സ്ത്രീകൾ, വല്യമ്മണ്ട്, ഉമ്മണ്ട്, അതിൻ്റെ താഴെ ഉമ്മാൻ്റെ അനുജത്തിൻ്റെ, അങ്ങനെ കുറേ സ്ത്രീകളുള്ള ഒരു ചെറ്റക്കുടില്. അപ്പൊ അവർക്ക് 2 സെന്റ് ഭൂമിയുണ്ട്. അവിടെ വീടുണ്ടാക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ കല്ലിറക്കാനുള്ള കംപ്ലീറ്റ് പൈസ ഒക്കെ ഈ ചെറുപ്പക്കാരൻ കൊടുത്തിട്ട് അടുത്ത ആഴ്ച ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ എല്ലാ വയസ്സത്തിയുള്ള കയ്യിലുണ്ട് ഓരോ മൊബൈല്. കല്ല് വാങ്ങി തറ വെച്ചല്ല മൊബൈല്. പിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ. ഇതാണ് നമ്മുടെ ലോകം. ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് ആരോഗ്യപരമായി ദീർഘമായി സംസാരിക്കാൻ ഒരു കാരണവശാലും പാടില്ലാത്ത ദിവസങ്ങളാണിത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ഭാഗവും ആയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കുറേ കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു വൻ പരിവർത്തനത്തിന് ഈ പാലക്കാഴിയിലെ മഹല്ല് തയ്യാറാവും, സജ്ജമാവും. അത് നമ്മളൊരു ഉറച്ച തീരുമാനമെടുക്കുക. നമുക്ക് ആരോടും വിരോധമില്ല, വ്യക്തി വിരോധമില്ല, വൈരാഗ്യമില്ല. നമ്മൾ ആരും ശിർക്കിലല്ല, നമ്മൾ ആരും കുഫറിലല്ല. നമുക്കറിയാം അള്ളാനെ ബോധിപ്പിച്ചാൽ മതി നമ്മുടെ ജീവിതം. ആ അള്ളാനെ ബോധിപ്പിക്കാൻ വേണ്ടി ശരിക്കും തഖ്വയുള്ളവരായി ജീവിക്കാൻ നമ്മുടെ സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ വൃത്തികേടുകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന യുവതീ യുവാക്കളിൽ ഈ സദസ്സിൽ വന്നവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിനൽ അംവാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.